അപ്പം നമ്മൾ ഡേ 2 കടന്നിരിക്കുകയാണ്. ഡേ 2 ഓഫ് ഡെയിലി വ്ളോഗ്സ്. അപ്പം ഇന്ന് നമുക്ക് കോളേജിൽ ആർട്സ് ഡേ ആണ്. ആർട്സ് ഡേക്ക് ഇന്നലെ നമ്മൾ കണ്ട പോലെ തന്നെ നമ്മൾ നടക്കുകയാണ്. നമ്മൾ കാൽക്കുലേറ്റൊക്കെ ചെയ്ത് 25 മിനിറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ലേറ്റാണ്. നടന്നാൽ എത്തുമായിരിക്കും. ഒന്നും ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് സെക്കൻഡിലേക്ക് ഓടിയേ കിട്ടൂ, ഉറപ്പാണ്. അപ്പം ഇന്നലെ കുറച്ച് നേരം വൈകി വീട്ടിലെത്തി. കാര്യങ്ങൾ കഴിഞ്ഞ് ഉറങ്ങാൻ തന്നെ ലേറ്റായി പോയി. ഔട്ട്ഡോർ ഒന്നും എടുത്തില്ല. ഡയറക്റ്റ് അവിടുന്ന് ചായക്കടയിൽ നിന്ന് പറഞ്ഞതാണ്. പിന്നെ അത് കഴിഞ്ഞ് വന്ന് മുടി വെട്ടാൻ പോയി. മുടിയും വെട്ടി താടി സേഫാക്കി. അത് കഴിഞ്ഞ് വീട്ടിലെത്തി കുളിച്ച് മാറ്റി ഫുഡും കഴിച്ച് ചെയ്യാനുള്ള കുറച്ച് പരിപാടികളും ചെയ്ത് കഴിഞ്ഞപ്പോൾ ലേറ്റായി ഉറങ്ങി. അപ്പോൾ വ്ളോഗ് അപ്ലോഡ് ചെയ്യാണ്ടിരുന്നല്ലോ, അപ്പം നല്ല ലേറ്റായിപ്പോയി. പിന്നെ രാവിലെ എണീറ്റതും നേരം വൈകി ഇറങ്ങിയപ്പോൾ നേരം വൈകി എണീറ്റ് ഇനിയിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അറിയില്ല, അതാണ് കുളിച്ച് മാറ്റി ഫുഡ് കഴിക്കാനുള്ള ടൈം മാത്രം കിട്ടും, വേറെ ഒന്നിനും ടൈം കിട്ടിയില്ല. അതാണ് പോകുമ്പം ഇൻട്രോ എടുക്കുന്നത്. കുറേ പ്ലാനിട്ട് അത് ഒന്നും നടക്കൂലല്ലോ. അങ്ങനെ ബസ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ വൈകുന്നേരം 3-4 മണിയായി. ആർട്സ് പരിപാടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതോടെ പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ പരിപാടിൻ്റെ വീഡിയോ എടുത്തിടുന്നത് നല്ലതെല്ലാം തോന്നി. അതുകൊണ്ടാണ് കുറേ പരിപാടി ഉണ്ട്, അതിങ്ങനെ എടുത്തിടുമ്പോൾ കുറേ ചാർജും ടൈമും എടുക്കുന്നതുകൊണ്ട് നമ്മൾ എടുത്തില്ല. ഇപ്പം പരിപാടി നടന്നുകൊണ്ട് കുറച്ചും ഇങ്ങോട്ടേക്ക് മാറിയതാവും. ഭയങ്കര സൗണ്ട്, ഞാൻ പറയുന്ന ഒന്നും കേൾക്കില്ല. അപ്പം ഇങ്ങോട്ടേക്ക് പോകുന്നത് ഇന്ന് കുറച്ചേ ഉള്ളൂ. പിന്നെ കുറേ നേരം രാവിലെ മുതൽ ഫസ്റ്റത്തെ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നടക്കുന്നില്ല, നെറ്റ് ഇടയ്ക്ക് കട്ടായി പോവുക. ഭയങ്കര കുറച്ചധികം സൈസ്. ഞങ്ങൾ വിചാരിച്ച് ഒരു 10-15 മിനിറ്റൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ ഡെയിലി വ്ളോഗ്സിൽ. അപ്പോൾ കുറച്ചില്ല. ഇന്നലെ അത്രയും കറങ്ങി അതൊക്കെ ആയതുകൊണ്ട് ഒരു അരമണിക്കൂർ 35 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ പിന്നെ അതിങ്ങനെ ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യും. ഇതും മാക്സിമം ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യാൻ നോക്കും. എന്തായാലും അങ്ങോട്ട് പോയി വെക്കാം. അവിടെ അതിനാണ് ഇരിക്കണ്ട്. ചിലപ്പോൾ ഞങ്ങൾ പറയണൊന്നും കേൾക്കൂല. നോക്കി നോക്കാം. ഗായ്സ്, അപ്പം കോളേജിലത്തെ ആർട്സ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ആസ് യൂഷ്വൽ 3 കൊല്ലമായിട്ട് ഹാട്രിക് അടിച്ചുകൊണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് BC തന്നെ ഫസ്റ്റ് 200 പോയിൻറ്റ്സിൽ നമ്മൾ ജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നത്തെ കൊല്ലവും നമ്മൾ ആർട്സിന്. പക്ഷേ സ്പോർട്സിന് നമ്മൾ പുറകോട്ടാണ്. കുഴപ്പമില്ല, ആർട്സിനും ബാക്കി പിന്നെ ഓണത്തിൻ്റെ വടംവലിക്കും നമ്മൾ തന്നെ ജയിക്കൽ എപ്പോഴും. അപ്പം ഈ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം അലീൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ അലീൻ്റെ വണ്ടി ഞാനാണ് ഓടിക്കണേ. അലിക്ക് എന്തോ ഒരു സുഖമില്ലാത്ത പോലെ. അപ്പം മോൻ അതിനാൻ്റെ വണ്ടി കയറിയതാ ഫ്രണ്ട് പോകുന്നുണ്ട്. ഞാൻ വണ്ടി ഓടിച്ച് പുറകിലും. ഇനി അതിനാൻ്റെ വീട്ടിൽ പോയിട്ട് ചിലപ്പം കുറച്ച് നേരം അവിടെ ഓൻ്റെ വീട്ടിൽ നിൽക്കും. അല്ലെങ്കിൽ ചായ പിടിച്ചിട്ട് സാധാ പോലെ ആസ് യൂഷ്വൽ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. സോ ചാടിക്കാൻ പോവാ. എവിടെ പോവാ? ബൾബാക്കാൻ്റെ അടുത്ത് പോവാം. നമുക്ക് നൈസിൽ ബൾബാക്കാൻ്റെ അടുത്ത് പോയിട്ട് നല്ല ചൂട് ചായയും പിന്നെന്താ തണുപ്പ് ഇറങ്ങണ എന്താ മറ്റേ പുതിയ ഇതില്ല, സർബത്തൊന്നും ഇല്ലല്ലോ. സർബത്തില്ല അവിടെ. തണുത്ത എന്തെങ്കിലും കയറില്ല. തണുത്ത എന്തെങ്കിലും അപ്പുറത്തുണ്ടല്ലോ നമ്മള് മിൽക്ക് സർബത്ത് ഓടിച്ച പോലെ. അത് പറ്റൂലേ? അത് സെറ്റ് വണ്ടി എടുക്കാൻ ചിന്തിക്കുക. കൊങ്കാന്താൻ ചാപ്പ അല്ല പാടല്ലടാ, കോപ്പിറൈറ്റ് അടിക്കടാ. ഓക്കെ, അതിനാൻ്റെ ടു നമുക്ക് സെൻസറില്ല, ഫിൽറ്റർ കേട്, എന്തൊക്കെ പ്രശ്നമുണ്ട്. കൊങ്കാന്താൻ ചാപ്പ എസ് അല്ലേ?
റങ്കിത്തങ്കിക്കങ്. ഏത് അപ്ലോഡ് ഇതുവരായില്ല. അത് അതിൻ്റെ ഇടയ്ക്ക് ചെക്കായി നെറ്റ് കട്ടാവുക കോളേജിൽ. ഓ ആ ഞാൻ പിടിച്ചോളാം. കുടി കുടി കുടി. അരി ഇവിടെ ഇപ്പം എന്താ ഉണ്ടായേ? ആദ്യം നിറം ആദ്യം 3 ഓപ്ഷൻ ഉണ്ട്. ഇനി പെസ് കറക്കാൻ പ്ലെയറിനെ കിട്ടാൻ ആദ്യം അലി ഇറക്കി കിട്ടിയില്ല. പിന്നെ ഞാൻ കറക്കി കിട്ടിയില്ല. പിന്നെ അതിനാന് എല്ലാരും മേത്തുനിന്നൊരു എന്തോ ഒരു ലക്കും വ്ളോഗിൽ കിട്ടണ. ഇനി അനക്കിനി കറക്കാല്ലേ? ഒന്ന് കറക്കി നോക്കിയാലോ അതുപോലെ. 500 റുപ്യ. 500 റുപ്യ ഇച്ചിരി കൂടുതലല്ലേ? അക്കൗണ്ട് സെയിൽ വെക്കുന്നുണ്ട്. അപ്പം ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇനി പടുത്ത് അലിൻ്റെ കറക്കി വെക്കാം. ഒരു സീനായി ശരിക്കും ഇതിൽ കുട്ടി മോനെ നമ്മളൊക്കെ കിട്ടൂല 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 വിചാരിച്ചു. അലിക്ക് ഇപ്പൊ പ്രഷർ പ്ലെയറിന് കിട്ടിയില്ല. അലിക്ക് പ്രഷറാവും. അപ്പം അതിനാൽ അങ്ങനെ അതേപോലെ എനിക്കൊന്ന് പറയാണ്ട് അതിനാണ് എല്ലാവരും സൂക്ഷിക്കണം. അതുള്ള തന്നെയാണ് ഇന്നിപ്പോ വെറുതെ വെള്ളം കൈ ഇങ്ങനെ ഒന്ന് കൈ തെറിപ്പിക്കാൻ പോയി കാക്ക ഇങ്ങനെ ജെറ്റ് ഓടൽ ഇങ്ങനെ കറങ്ങിയിട്ട് തിരിച്ചു പോയി. ഇതില് ക്യാൻറ്റീനിൽ നിന്നിപ്പോ സൂക്ഷിക്കണം. ആരെങ്കിലും പിന്നെ റോട്ടുമെന്ന് ആണെങ്കിലും പ്രാഗ്യൊന്നും വിടണ്ട, തിരിച്ചിങ്ങടെ തന്നെ കിട്ടും. പക്ഷേ ഒരു കേസിൽ ഇതാണ് ബാർസി റയലൊക്കെ പെട്ടും അതിൽ ലക്ക് വർക്കാവില്ല. ആയിട്ടല്ലോ ഓക്കെ ആവില്ലല്ലേ? ഓക്കെ ഈ കളി കഴിഞ്ഞിട്ട് ഇനി കറക്കുമ്പോ കാണാം. അപ്പം നമ്മൾ സാങ്കേതിക തകരാറുകൾ മൂലം അലിന്റെ വീട്ടിൽ ഇന്ന് സ്റ്റേ ആണ്. സാങ്കേതിക തകരാറുകൾ മൂലം മാത്രം ഇല്ല അലി? അലി നമുക്ക് വേണ്ടിട്ട് ചപ്പാത്തിന്റെ കൂടെ എവിടെ അതാ ഇതെന്താണ് ബട്ടർ ചിക്കൻ അല്ലേ ഇത് എന്നൊക്കെ പറയുന്നു. അങ്ങനൊക്കെ പറയുന്നുണ്ട്. അതാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്താ പരിപാടി? ഇവിടെ രണ്ട് യുവാക്കൾ ചായ ഉണ്ടാക്കുന്നു.
ഇങ്ങനൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം അല്ലേ? കട്ടൻ ചായന്റെ പൊടിയാണ്, കട്ടൻ ചായന്റെ പൊടി ആ മൂടേക്കും ചായപ്പൊടി നിർത്തിയെടുത്താ. ഓ മാജ്യം ഇത് പൊളിച്ചെടു ജേസി മാൾഡീനി എനിക്ക് കടുപ്പം കൂട്ടി മധുരം കൂട്ടി ചൂടാറ്റിട്ട് ചായ. അല്ല ഇവന്റെ രീതിയിൽ ചായ ഉണ്ടാക്കണ കണ്ടില്ല വന്ന സുഖല്ല. പ്രൊഫഷണൽ കളിക്കുമ്പോഴെ പഞ്ചസാര ഒക്കെ അല്ല ഞാൻ ആദ്യമായിട്ടുണ്ട്. ഞാൻ എനിക്ക് മാത്രം അല്ല എന്റെ വീട്ടിലെല്ലാവർക്കും പഞ്ചസാര പറ്റൂല. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്റെ ക്ലാസ്സിലേക്ക് ഇട്ടിട്ട് ഞാൻ കളിക്കിതാക്കാര, അല്ലെങ്കിൽ പഞ്ചസാര ഇടും. ഇപ്പൊ കാരമലോ സൗണ്ട് ഇട്ട് ഫോൺ ആരപ്പത് എന്തിന് ആരപ്പത് നമ്മളൊരു ഉമ്പറക്ക് പോയി എന്നപ്പോഴത്തേക്ക് എതിര്. അപ്പം അലിന്റെ സ്പെഷ്യൽ ബാട്ടർ ചിക്കൻ ആൻഡ് ചപ്പാത്തി നമുക്ക് തിന്നാൻ പോകാം. സാധനം സെറ്റാണ്. ഓക്കെ ഒതന്റിക് മീറ്റ് മിസ്റ്റർ ഒതന്റിക്. ഓക്കെ സെറ്റാണ്. മുളറ്റാണ് ചപ്പാത്തി ബട്ടർ ചിക്കൻ കട്ടൻ ചായ കൊണ്ടുവരാ ബച്ചിന്റെ കഴിച്ച് കാനാണ് ഗൈസ്. അപ്പം ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. നല്ല ഉറക്കം വരുന്നുണ്ട്. ടൈം എത്രയായി? 9:30 ആയിട്ട് പക്ഷെ ഉറക്കം വരുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഉറങ്ങാൻ പോവാണ്. ഉറങ്ങുക എന്തെങ്കിലും അത് ഇതാക്കുക. ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നാളെ നമുക്ക് കോളേജില്ല. നാളെ എന്താ അറിയില്ല, എന്താ കോളേജില്ല. പ്രൊജക്റ്റിന് പോയിക്കോളാൻ പറഞ്ഞു. പക്ഷെ പ്രൊജക്റ്റിന് നമ്മളെ മിസ്സ് നാളെ ലീവാണ്, വേറെ എന്തോ കോളേജ് പരിപാടിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് നാളെ വീട്ടിലിരിക്കാം. പ്രൊജക്റ്റിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പം നാളെ എന്തായാലും ഫ്രീ അറ്റൻഡൻസ് ആണ്. അപ്പം നാളെ രാവിലെ എണീറ്റ് തിരിച്ച് വീട്ടിൽ പോകും. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നാളെ വൈകുന്നേരം പള്ളിത്താരത്ത് പോകും. നാളെ കാണാം. ഡെയിലി വ്ലോഗ്സ് ഡേ 2 ഇവിടെ അവസാനിക്കുകയാണ്. ചാച്ച ബൈ ബൈ, സി യു, ഗുഡ് നൈറ്റ്.